നമസ്കാരം. 6 ആഴ്ച നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിൽ ഇറാനുമായി സമാധാന കരാറിലേക്ക് അടുക്കുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ ഇറാൻ സമ്മതിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ തയ്യാറായതായി ട്രംപ് അവകാശപ്പെട്ടു. അവർ ന്യൂക്ലിയർ ടെസ്റ്റ് തിരികെ നൽകാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ആണവായുധ മോഹം ഉപേക്ഷിക്കുക, ആണവ സാമഗ്രികൾ കൈമാറുക എന്നിവയ്ക്ക് പുറമെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുവാനും സൗജന്യമായി എണ്ണ നൽകാനുമുള്ള വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇറാൻ ഇക്കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് അത് ഒപ്പിട്ടേക്കുമെന്നും താൻ അതിൽ പങ്കെടുത്തേക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. നിലവിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ നീട്ടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതിനുള്ളിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാൻ ഈ കരാർ അംഗീകരിച്ചില്ല എങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാൻ വിഷയത്തിന് പുറമെ മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇസ്രയേലും ലെബനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായതും ട്രംപ് പ്രഖ്യാപിച്ചു. ന്യൂയോർക്ക് സമയം വൈകുന്നേരം 5 മണിക്ക് ഇത് നിലവിൽ വരുമെന്നും മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് നിർദ്ദേശം നൽകിയതായും ട്രംപ് പറയുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുവാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനുമുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഇറാൻ 2 പ്രധാന നിബന്ധനകളാണ് വെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചകളുടെ 2ാം ഘട്ടം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഇറാന്റെ ഈ നീക്കം. അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കണം എന്നതാണ് ഇറാന്റെ 1ാമത്തെ ആവശ്യം. നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിച്ച് കപ്പൽ ഗതാഗതം സുഗമമാക്കിയാൽ മാത്രമേ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകൂ എന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയ്ക്കെത്തുന്ന അമേരിക്കൻ സംഘത്തിന് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ അധികാരം നൽകുമെന്നതാണ് 2ാമത്തെ ഉപാധി. നേരത്തെ ഇസ്ലാമാബാദിൽ നടന്ന 1ാം ഘട്ട ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം അമേരിക്കൻ പ്രതിനിധികൾ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലാത്തതിനാണ് എന്നും ഇറാൻ കുറ്റപ്പെടുത്തിയിരുന്നു. അന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. സമാധാന നീക്കങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി പാക് സൈനിക മേധാവി അസീം മുനീർ ഇറാൻ സന്ദർശിച്ച ശേഷം അമേരിക്കയിലേക്ക് തിരിക്കുകയായി എന്നായിരുന്നു വിവരം. തുടർന്ന് ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ് അമേരിക്കയിൽ നിന്നും ലഭിച്ചാൽ ഹോർമൂസ് കടലിടുക്കിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന സൂചന ഇറാൻ നൽകിയിട്ടുണ്ട്. ഒമാൻ തീരത്തോട് ചേർന്ന് കപ്പലുകൾക്ക് യാത്രാ അനുമതി നൽകാമെന്നാണ് പ്രാഥമിക ധാരണയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുണ്ട്. അതേസമയം ഇറാനിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് നൽകിയിരുന്ന ഇളവുകൾ അമേരിക്ക കർശനമാക്കുന്നത് ആഗോള വിപണിയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സുഗമമായ നാവിക ഗതാഗതം ഉറപ്പാക്കണമെന്നും ചൈനയും ഇതിനോടകം തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്.